ഹലോ, വെൽക്കം ബാക്ക് ടു റിഷ്യൂസ് ടോപ്പിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മിന്നാന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 1 കാണാത്തവർ ഒന്ന് ചാനലിൽ കയറിയിട്ട് കാണാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് ആട്ടോ. അപ്പോൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. രണ്ടും ഹൗസ് വാമിങ്ങിൻ്റെ പർച്ചേസാണ്. രണ്ടും കമ്പൈൻഡ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പാർട്ട് 1 വാച്ച് ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ കയറിയിട്ട് പാർട്ട് 1 വാച്ച് ആക്കുക. അപ്പോൾ ഇതാ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 2 കുക്ക് വെയർ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ടർക്കിഷ് കുക്ക് വെയർ സെറ്റാണ്, രണ്ടാമത്തത് നമ്മളൊരു റോയൽ ഫോർഡിൻ്റെ ഒരു കുക്ക് വെയർ സെറ്റാട്ടോ എടുത്തത്. ഇത് നോൺ സ്റ്റിക്ക് ഗ്രാനൈറ്റ് കോട്ടിങ്ങിൻ്റെ ഡൈ കാസ്റ്റ് അലൂമിനിയത്തിൽ വരുന്നൊരു പ്രോഡക്റ്റ് ആട്ടോ. പിന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള ഒന്നാമത്തെ റീസൺ ഇതിൽ ലാർജ് കാസ്ട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈനും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ സേഫാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ടർക്കിഷ് പ്രോഡക്റ്റ് അല്ല, ഇത് റോയൽ ഫോർഡിൻ്റെ പ്രോഡക്റ്റാണ്. കുറച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഗ്രാനൈറ്റ് കോട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. അതുപോലെ ഈവൻലി ഹീറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഇത് അവർ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡക്ഷൻ ടോപ്പിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെയോ അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക് സ്റ്റൗവിൻ്റെ മേലെ ഏത് ടൈപ്പ് സ്റ്റൗവ്സിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ട്രെൻഡുകളിലൂടെ വാങ്ങിച്ചുകൊണ്ട് സൂപ്പർ ഡിസ്കൗണ്ടിലായിരുന്നു നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായത്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ബാഗാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡുകളിൽ അടിപൊളി ബാഗ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനാവും, അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ബാഗ്സ് ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് പോളോൻ്റെ ഒരു ബാഗാട്ടോ. നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ സെയിം വൈറ്റ് എൻ്റെ ഉമ്മാൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വാച്ചാണ്. ഇത് നല്ല സിമ്പിളായിട്ടുള്ള സ്ലീക്ക് ഡിസൈൻ ആയിട്ടുള്ള ഒരു വാച്ച് കേട്ടോ. ഇതിൻ്റെ ഒരു റീല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാച്ചിൻ്റെ ഡിസൈന്. നെക്സ്റ്റ് കാണിക്കുന്ന ഒരു ടർക്കിഷ് പ്രയർ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹിജാബ് ഷോൾ ടൈപ്പാണ് കേട്ടോ വരുന്നത്. നല്ല മെറ്റീരിയൽ ആയിട്ടുള്ളൊരു പ്രയർ ഡ്രസ്സാണ്. ഒരുപാട് പ്രയർ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ട്രെൻഡുകളിൽ. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പാൻട്രി ഓർഗനൈസേഴ്സ് ആണ്. നമ്മുടെ ടീ, ഷുഗർ, സോൾട്ടൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റൗ ടോപ്പിൻ്റെ അരുവ തന്നെ വെക്കാൻ പറ്റുന്നൊരു ചെറിയൊരു ഓർഗനൈസർ സെറ്റാണ്. ഇതിലൊരുപാട് ഡിസൈൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ വേറൊരു മോഡൽ ജാർസും കൂടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ കാണിച്ചു തരാം. ഇതാണ് അവർ നെക്സ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളൊരു ജാറ്. ഇത് ഹോം ബോക്സിൻ്റെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാർസ് ആട്ടോ. ഇത് അറൗണ്ട് നമ്മളൊരു 22 പീസസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ഐറ്റംസ് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ അങ്ങനെ സെറ്റായിട്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. ട്രെൻഡുകളിലൂടെ നല്ല ഡിസ്കൗണ്ടിലായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായത്. പക്ഷേ നാട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ചാർജസ് അധികമായിരുന്നു. കാരണം ഗ്ലാസ് ആയതുകൊണ്ട് വുഡൻ പാക്കിങ്ങിന് ഇത്തിരി ചാർജസ് ഉണ്ടാവുമല്ലോ. നെക്സ്റ്റ് ഒരു ഹോം ബോക്സിൻ്റെ ഒരു ബാസ്ക്കറ്റാണ്. ഇതിന് അറൗണ്ട് 2 ദിർഹംസ് ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഹൂക്കാണ് കേട്ടോ, ഒരു ഹാങ്ങർ. ഞാൻ ഇത് പാർട്ട് 1 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഗ്രാനൈറ്റ് ടോസ്റ്ററാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. ഞാനും 1 ഇയർ ആയിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ ഇത് നമുക്ക് ടോസ്റ്ററായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ ഇത് ഡിറ്റാച്ച് ചെയ്തിട്ട് സിംഗിൾ പാനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് സ്റ്റീമറാണ്. ഹോം ബോക്സിൻ്റെ സ്റ്റീൽ സ്റ്റീമറാണ് ഒരാൾ ചൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടില്ലേ 2 പേരുടെ ഹൗസ് വാമിങ് പർച്ചേസസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിലൊരാൾ ചൂസ് ചെയ്തത് സ്റ്റീലിൻ്റെതും ഒരാൾ ഗ്രാനൈറ്റിൻ്റെതും. രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. സ്റ്റീൽ എന്ന് പറയുമ്പം കുറച്ചുകൂടെ ഹെൽത്തിയർ ഓപ്ഷനാണ്. മാത്രമല്ല നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പാളിപ്പോവും. പക്ഷേ ഗ്രാനൈറ്റിൻ്റെ എന്ന് പറയുമ്പം കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ നമുക്ക് പോട്ടായിട്ടും യൂസ് ചെയ്യാം. കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഗ്രാനൈറ്റിൻ്റെതും. നെക്സ്റ്റ് കാണിക്കുന്നത് ഹോം ബോക്സിൻ്റെ കിഡ്സ് പ്ലേറ്റ് സെറ്റാണ്. ഐക്കിന് ഡിസൈനായിട്ട് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ സൂപ്പർ ഡിസ്കൗണ്ടിനായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ.
എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. കാരണം കിഡ്സൊക്കെ വരുമ്പോൾ ഇല്ലേ നമുക്ക് അവർക്ക് സ്നാക്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ ഒരു ടിഷ്യൂ ഹോൾഡറാണ്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ടിഷ്യൂ ഹോൾഡേഴ്സിൻ്റെ. പിന്നെ ഇതാ ഒരു കറാച്ചൻ്റെ ടർക്കിഷ് ബ്രാൻഡായ കറാച്ചൻ്റെ കട്ടിംഗ് ബോർഡാണ്. നല്ല ക്വാളിറ്റി ബ്രാൻഡാണ് കറാച്ച, എനിക്കറിയാമല്ലോ. അപ്പോൾ അവരുടെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ സെറ്റാട്ടോ. നെക്സ്റ്റ് ഇതാ ഹോം ബോക്സിൻ്റെ ബെഡ്ഷീറ്റാണ്. 100% കോട്ടൺ ബെഡ്ഷീറ്റാണ്. പിന്നെ ഇത് നമുക്ക് അറൗണ്ട് 19-20 ദിറംസിനായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. ടോട്ടലി വേർത്താണ്. കാരണം ഈ ഒരു പ്രൈസിന് നമുക്ക് എന്തായാലും കോട്ടൺ ബെഡ്ഷീറ്റ്സ് കിട്ടില്ല. പിന്നെ ഇതാ ഒരു പൊട്ടാറ്റോ സ്മാഷർ. അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ട്രെൻഡിയോളിൽ. ടർക്കിഷ് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കുറേ പേര് പർച്ചേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് സ്പൂൺസാണ്. ഇതൊക്കെ അറൗണ്ട് ഒരു 1 to 2 ദിർഹംസ് ആ ഒരു റേഞ്ചിലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രോഡക്റ്റ്സൊക്കെ. നെക്സ്റ്റ് ഇതാ ട്രെയിൻ്റെ സെറ്റാണ്. ഇത് നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വുഡൻ്റെ ഒക്കെ കുറേ ട്രേ സെറ്റ് ഉണ്ട്. അവർക്ക് ഇഷ്ടമായത് ഇതായിരുന്നു. നെക്സ്റ്റ് ഇതാ ഒരു അടിപൊളി സ്പൈസ് റാക്കാണ്. 18 ജാർസ് വരുന്ന റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്പൈസ് റാക്കാണ്. നിങ്ങൾ എൻ്റെ റീല് കണ്ടിനോന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആ റീലൊന്നും ഇവിടെ കൊടുക്കുക. ഞാൻ എന്തായാലും ഓപ്പൺ ആക്കുന്നില്ല, കാരണം ഇത് നല്ല പ്രോപ്പറായിട്ടുള്ള പാക്കിങ്ങിലാണ് ഉള്ളത്. നെക്സ്റ്റ് ഇതാ സ്റ്റോറേജ് ബോക്സസ് ആണ്. നമുക്ക് ടോയ്സോ അല്ലെങ്കിൽ നമ്മുടെ ഷെൽഫിൻ്റെ ഉള്ളിലെല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബോക്സസ് ആണ്. നെക്സ്റ്റ് ഇതാ ഹോം ബോക്സിൻ്റെ കപ്പ് ആൻഡ് സോസർ സെറ്റാണ്. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പർച്ചേസ് ചെയ്താൽ കേട്ടോ. നെക്സ്റ്റ് ഇതാ പ്ലാസ്റ്റിക് ബാഗ്സോ അല്ലെങ്കിൽ ക്ലോത്ത്സോ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. പിന്നെ ഇതാ സിംഗിളും ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ബ്രഷ് ആട്ടോ ഇത്. ഹോം ബോക്സിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെ കേട്ടോ ഇതൊക്കെ. പിന്നെ ഇതാ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഓയിൽ ഡിസ്പെൻസേഴ്സാണ്. ഞാൻ പാർട്ട് 1 കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം. നെക്സ്റ്റ് ഇതാ എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ് ഓയിൽ അല്ലെങ്കിൽ ഗീ ബ്രഷ്. ഞാനിത് ഗീ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനാകെ അറൗണ്ട് 5 ദിർഹംസായിട്ടോ വരുന്നുള്ളൂ. പക്ഷേ വെരി യൂസ്ഫുള്ളാണ്. നമ്മൾ യൂഷ്വലി സാൻഡ്വിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗീയോ അല്ലെങ്കിൽ ഓയിലോ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പൂണ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ഇതുപോലത്തെ സിലിക്കോൺ ബ്രഷ് യൂസ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് ഗീ എന്ന രീതിയിൽ നമുക്കത് പ്രോപ്പറായിട്ട് ഈവൻലി സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഓരോ യൂസും നമ്മളത് എടുത്ത് അത് വാഷ് ചെയ്ത് വെക്കുക കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിൻ്റെക്കാട്ടി എത്രയോ യൂസ്ഫുള്ളാണ് നമുക്ക് അതിൽ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കണ്ടെയ്നേഴ്സാണ് ഹോം ബോക്സിൻ്റെ. അതുപോലെ ഒരു സ്റ്റോറേജ് ഓർഗനൈസറും ഉണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഓർഗനൈസറിനൊക്കെ ഇല്ലേ ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ ട്രെൻഡിയോളിൽ. പിന്നെ ഇതാ ഹാങ്ങറിൻ്റെ സെറ്റാണ്. ഹോം ബോക്സിൻ്റെ തന്നെ കേട്ടോ. നമ്മുടെ ഐക്യൻ്റെ ഒരു ബ്ലാക്ക് ഹാങ്ങർ സെറ്റില്ലേ അതിനെക്കാട്ടി കുറവ് വരുന്നത് ഇപ്പോൾ ഹോം ബോക്സിൻ്റെ ഹാങ്ങർ സെറ്റിനാണ്. പിന്നെ ഇതാ ബാസ്ക്കറ്റ് വിത്ത് ഹാൻഡിൽസ് ആണ്. ഹാൻഡിൽസ് വരുന്നൊരു ബാസ്ക്കറ്റ് ഓർഗനൈസറാണ്. പിന്നെ ഇതാ ടീ കോഫി ഷുഗറിൻ്റെ ഒരു കാനിസ്റ്റർ സെറ്റാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രെൻഡിയോളിലൂടെ ഈ ഒരു പ്രോഡക്റ്റ് വെറും 9 ദിറംസിനാട്ടോ കിട്ടുന്നത്. ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ ഷുഗർ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ അല്ല കേട്ടോ. നമുക്കിതിൽ ടീ പൗഡറോ അല്ലെങ്കിൽ ടീ ബാഗ്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചോക്ലേറ്റ്സോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഷുഗറൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ പിന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഷുഗറൊന്നും സ്റ്റോർ ചെയ്യാൻ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഒരു ഹോം ബോക്സിൻ്റെ ഡ്രയർ ആട്ടോ ക്ലോത്ത്സൊക്കെ. നെക്സ്റ്റ് എനിക്ക് ഒരുപാട് എൻക്വയറി വന്നൊരു പ്രോഡക്റ്റാണ് ടർക്കിഷ് ബ്രാൻഡായ ഷെഫെയറിൻ്റെ 2 പ്രഷർ കുക്കർ സെറ്റ്. ഒന്ന് 4 ലിറ്ററും മറ്റേത് 6.5 ലിറ്ററും ആട്ടോ വരുന്നത്. ഒരുപാട് പേര് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വരെ അറിയാണ്ട് വരെ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരും ടെക്സ്റ്റ് ചെയ്യാറുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻഷാ അല്ലാ ഞാനത് പെട്ടെന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രഷർ കുക്കർ മാത്രമല്ല സ്റ്റീൽ പോട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രഷർ കുക്കറിൻ്റെ ലിഡ് മാറ്റിയിട്ട് നോർമൽ ലിഡ് ഗ്ലാസ് ലിഡ് യൂസ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ഇതാ ഹോം ബോക്സിൻ്റെ 3 പീസസ് വരുന്ന കംഫർട്ട് സെറ്റാണ്. ടോട്ടലി വർത്ത് പ്രോഡക്റ്റ് ആട്ടോ ഇത്. 30 ദിർഹംസിനാണ് ഇത് കിട്ടിയിട്ടുണ്ടായത്. അതും 220x240 സൈസ് ആട്ടോ വരുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആട്ടോ വരുന്നത്. നല്ല കോസി ആയിട്ടുള്ള ടൈപ്പാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഇത് ഹോം ബോക്സിൻ്റെ കാസറോൾ സെറ്റാണ്. 3 സൈസായിട്ട് സെറ്റായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ വേറെയും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ആപ്പിൽ. നിങ്ങൾ ഒന്ന് ചെക്കൗട്ട് ചെയ്തോ. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റ്സും കിട്ടും കേട്ടോ. അതുപോലെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ പ്രോഡക്റ്റ്സും ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ട് നോക്കിയതായിരുന്നു കിട്ടിയ പാട് തന്നെ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ആ ബോക്സിൽ വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. എനിക്ക് കിട്ടും ഇതെല്ലാം പ്രോപ്പർ പാക്കിങ്ങിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. നെക്സ്റ്റ് ഇതാ വേറൊരാൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത ഒരു പ്രഷർ കുക്കറാണ്. ഇതൊരു 10 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാട്ടോ. പിന്നെ ഇത് 50 സംതിങ് ദിർഹംസിനാട്ടോ നമുക്കിത് കിട്ടിയിട്ടുണ്ടായ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ടോട്ടലി വേർത്താണ്. നമുക്കിത് സ്റ്റീൽ പോട്ടായിട്ടും അല്ലെങ്കിൽ പ്രഷർ കുക്കറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഇതാ 2 ഡിന്നർ സെറ്റാണ്. രണ്ടും ചെറിയ റേറ്റിനാട്ടോ കിട്ടും. ഞാൻ ഓൾറെഡി റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയും ഇത് ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ ചെയ്യാൻ മടി പിടിച്ചു. അപ്പോൾ ഇതാ ഇതിലൊരു സെറ്റ് 16 ദിർഹംസിനും വേറെ ഒന്ന് 29 ദിർഹംസിനാട്ടോ കിട്ടിയത്. നെക്സ്റ്റ് ഇതാ 39 പീസസ് വരുന്ന ഒരു ഡിന്നർ സെറ്റാണ്. ഇത് വലിയ ഡിസ്കൗണ്ടിലൊന്നുമല്ല നമുക്ക് കിട്ടിയത്. ഇത് 200 സംതിങ് ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റിന്. പക്ഷേ നല്ലോണം ഇഷ്ടമായി ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ ബോൺ ചൈനൻ്റെ മെറ്റീരിയൽ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ഡിസൈനാണ്. ഗോൾഡ് ബോർഡറിങ് ഒക്കെ വരുന്നുണ്ട്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് നല്ലോണം ഇഷ്ടമായി. അതുകൊണ്ട് പിന്നെ നമ്മളിത് ചൂസ് ചെയ്തത്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഡിന്നർ സെറ്റിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് സെറ്റിൻ്റെ ഒക്കെ ട്രെൻഡുകളിൽ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട്. നെക്സ്റ്റ് ഇതാ ലെവോനിൻ്റെ ഗ്രാനൈറ്റ് കുക്ക്വെയർ സെറ്റാണ്. നല്ല പ്രോഡക്റ്റ് ആട്ടോ ഇത്. പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൽ 10-20 ദിർഹംസിനാണ് കുക്ക്വെയർ സെറ്റ് കിട്ടുന്നത്. എല്ലാം കേട്ടോ. നമ്മൾ ട്രെൻഡിയോളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം ട്രെൻഡിയോൾ നമുക്ക് കൂപ്പണ് നമ്മുടെ കാർട്ടിലേക്ക് ഇട്ട് തരും. എക്സ്ട്രാ 70%, 80% എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് കോഡ് IMS കോഡും ആ ഒരു വൗച്ചറും കൂടി നിങ്ങൾ ഒന്നിച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 10-20 ദിർഹംസിന് കുക്ക്വെയർ സെറ്റ് കിട്ടുന്നത്. അത് എല്ലാവർക്കും എപ്പോഴും കിട്ടുകയും ചെയ്യില്ല. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ അറൗണ്ട് 113 ദിർഹംസിനാണ് വാങ്ങിച്ചത്. പക്ഷേ ടോട്ടലി വേർത്താണ് ആ ഒരു പ്രൈസിന് ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ 10-20 ദിർഹംസിന് വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ ഇപ്പോൾ ഒരു 90 ദിർഹംസോ 100 ദിർഹംസ് ആയാലും ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കേട്ടോ. കാരണം വേർത്താണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റും പ്രൈസ് ഇങ്ങനെ കൂടി പോവുകയാണ്. ഇപ്പോൾ ഇത് 113 കിട്ടിയ പ്രോഡക്റ്റ് ഇപ്പോൾ ആ പ്രൈസിന് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചാലും മതി കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വേർത്താണോ എന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ് ഇതുപോലെ ചെറിയ റേറ്റിന് ഇട്ടിട്ട് പിന്നെ അത് നല്ല പ്രൈസിലേക്ക് മാറ്റുന്നുണ്ട്. അതായത് ഇപ്പം ഒരു 100 സംതിങ്ങിനിട്ട് കുക്ക്വെയർ സെറ്റ് കുറച്ച് ടൈം കഴിഞ്ഞാൽ പിന്നെ 400-500 ആ റേഞ്ചിലേക്ക് മാറ്റിയിട്ട് ഓക്കെ. ഒരു വക പ്രോഡക്റ്റ്സ് ലക്കിന് കിട്ടുന്ന പോലെ കേട്ടോ ചില റേറ്റ് കുറഞ്ഞിട്ട് കിട്ടൽ. പക്ഷേ വേർത്താണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ് ഇതുവരെ കിട്ടിയത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് പ്രോഡക്റ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാം കേട്ടോ. പിന്നെ റിട്ടേൺ ചെയ്യുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എല്ലാ ടൈമും റിട്ടേൺ ചെയ്യുമ്പം ഇടയ്ക്ക് ചില പ്രോഡക്റ്റ്സിൽ അവർ ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നുണ്ട്. അപ്പം വെറുതെ വാങ്ങി വെറുതെ റിട്ടേൺ അടിക്കേണ്ട. നിങ്ങൾക്ക് കാര്യമായിട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ അടിക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതാ ഹോം ബോക്സിൻ്റെ ഡിജിറ്റൽ സ്കെയിലാണ്. നമുക്ക് വെയിറ്റൊക്കെ നോക്കാൻ പറ്റുന്ന പിന്നെ വെയിങ് സ്കെയിലില്ലേ അതാട്ടോ. നെക്സ്റ്റ് ഇതാ ഹോം ബോക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റീൽ കുക്ക്വെയർ സെറ്റാട്ടോ. ഇതിൽ 28 പീസസ് വരുന്നുണ്ട്. സ്പൂൺസൊക്കെ ഇൻക്ലൂഡിങ് ആയിട്ട്. പക്ഷെ നല്ല ടോട്ടൽ വേർത്തായിരുന്നു പ്രൈസിന്. അപ്പോൾ ഇവർക്ക് വേണ്ടി ചെയ്ത ഹൗസ് വാമിംഗ് പർച്ചേസിലെ പ്രോഡക്റ്റ്സ് ഓൾമോസ്റ്റ് എല്ലാം കവേർഡ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ.
പിന്നെ ആക്ച്വലി A to Z പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു. ഓൾറെഡി ഇവർ പുറത്തുനിന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്ത ആൾക്കാരാണ്. പിന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർക്ക് സെൻഡ് ആക്കിയിട്ടുണ്ട്, നാട്ടിലേക്ക് കാർഗോ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഐക്യ പ്രോഡക്റ്റ്സും കൂടി ഉണ്ട് കേട്ടോ. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനിയും ഒരുപാട് വീഡിയോസ് പെൻഡിങ്ങിലുണ്ട് കേട്ടോ. ഇൻഷാല്ല പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് بای.